പാലക്കാട്ടെ പട്ടാമ്പിയിൽ ഭാരതപ്പുഴയിലെ ഒഴുക്കിൽപ്പെട്ട കുട്ടിയെ കണ്ടെത്താൻ ശ്രമം തുടരുന്നു. 15-കാരനായ മുഹമ്മദ് നഫീനെയാണ് ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കൂട്ടുകാരുമൊത്ത് കുളിക്കാനിറങ്ങിയപ്പോഴായിരുന്നു അപകടം. പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും സംയുക്തമായി തെരച്ചിൽ തുടരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി അജിത് ബാബു ചേരുന്നു. അജിത്, എപ്പോഴാണ് അപകടം സംഭവിച്ചിരിക്കുന്നത്? തെരച്ചിൽ ഏത് രീതിയിൽ നടക്കുന്നുണ്ട് അവിടെ? ലക്ഷ്മി പത്മ, ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടിയാണ് സുഹൃത്തുക്കൾക്കൊപ്പം പുഴയിലെത്തിയ ഇത്തരത്തിൽ മുഹമ്മദ് നാഫിയെ ഒഴുക്കിൽപ്പെട്ട് കാണാതാവുന്നത്. ഇത്തരത്തിൽ മീൻ പിടിച്ചതിന് ശേഷം ഈ പുഴയിലിറങ്ങി നീന്തുന്നതിനിടയിലായിരുന്നു ഒഴുക്കിൽപ്പെട്ടത്. ശക്തമായ അടിയൊഴുക്കുണ്ടായത് ആണ് പ്രധാനമായും ഒഴുക്കിപ്പെടാനുള്ള കാരണം. അപ്പോൾ തന്നെ സ്ഥലത്ത് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും എത്തി തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. രാത്രി 10 മണി വരെ തിരച്ചിൽ തുടർന്നു. ഇന്ന് രാവിലെ വീണ്ടും ഇപ്പോൾ തിരച്ചിൽ ആരംഭിച്ചിരിക്കുകയാണ്. പ്രധാനമായും സ്ക്യൂബ ഡൈവേഴ്സ്, ഫയർഫോഴ്സ്, സിവിൽ ഡിഫൻസ്, അതുപോലെ തന്നെ ട്രോമ കെയർ, നീന്തൽ വിദഗ്ധർ, നാട്ടുകാർ തുടങ്ങിയവരുടെ സംഘമാണ് തിരച്ചിൽ നടത്തുന്നത്. ഏതാണെങ്കിലും ഈ കൂട്ടുകാർക്കൊപ്പം ഈ നീന്താനിറങ്ങിയ സമയത്ത് ഒഴുക്കിൽപ്പെട്ടതാണ് പ്രധാനമായും, ഈ അടിയൊഴുക്കാണ് പ്രധാനമായും ഈ ഒഴുക്കിൽപ്പെടാനുള്ള കാരണം എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. നിലവിൽ ശക്തമായ തിരച്ചിലാണ് നടത്തുന്നത്. ഈ ഒഴുക്കാണ് പ്രധാനമായും ഈ രക്ഷാപ്രവർത്തനത്തിന് ഉൾപ്പെടെ തടസ്സം നിൽക്കുന്നത്. വലിയ തരത്തിൽ ഈ മേഖലയിൽ അടക്കം ഒഴുക്കുണ്ടെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ നിർദ്ദേശമുണ്ടായിരുന്നു. പക്ഷേ ഈ വെള്ളത്തിലേക്ക് ഇറങ്ങി അടിയൊഴുക്കിൽ പെടുകയായിരുന്നു. അജിത് ബാബുവാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്.